അവരെ അച്ഛന്മാരുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവനാണ്. അതുകൊണ്ടാണ് എനിക്ക് അവർ കുട്ടികളാകുന്നത്. അറിയോ നിങ്ങൾ? എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് മഠത്തിൽ നോക്കുന്ന എന്നെ അറിയാവുന്നവർക്കറിയാം. ഇപ്പം പോയി ഒരു കാറിൽ കൊയിലോത്ത് മൊയ്തിയും അദ്ദേഹത്തിന്റെ മകനും എന്നെ നോക്കി. അറിയോ CPI-ക്കാർക്ക് കൊയിലോത്ത് മൊയ്തീന അറിയോ? നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയോ? മാർഷൽ ലെൻസത്തെ പറ്റി കൃത്യമായി പഠിക്കുകയും ഒരു ഘട്ടത്തിൽ അത് വിടുകയും ചെയ്തവനാണ്. പക്ഷേ മാർഷൽ ലെൻസം അങ്ങാടി മരുന്നോ പച്ച മരുന്നോ എന്നറിയാവുന്ന ഏതെങ്കിലും ഒരു കുട്ടി CPI-യിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ എന്താ കാരണം അറിയോ? ഇന്ന് ഒരുപാട് മാനസിക സംഘർഷത്തിലാണ് ഞാൻ. ഇവിടെ വന്നു, ഞാൻ ഈ പീഡിയയിൽ വന്നു. അപ്പോഴാണ് SI വിളിക്കുന്നത്, നിങ്ങളുടെ പെർമിഷൻ റദ്ദു ചെയ്തിരിക്കുന്നു. ഞാനിവിടുന്ന് വേഗം വീട്ടിലേക്ക് പോയി. ഇവിടുന്ന് പറയണ്ട, വീട്ടിൽ നിന്ന് ഞാൻ SIയെ വിളിച്ചു. ചെറിയ മൈക്ക് വെച്ച് ഞാൻ പൊതുയോഗം കഴിച്ചോട്ടെ. വെൽഫെയർ പാർട്ടി തീരുമാനിച്ചു പോയി. കഴിച്ചോ? SI എന്നോട് പറഞ്ഞതാ, ചെറിയ മൈക്ക് വെച്ച് പെർമിഷൻ വേണ്ടപ്പോ മൈക്ക് വെച്ച് കഴിച്ചോ. പോലീസുകാരനായാലും സാധാരണ മനുഷ്യരായാലും വാക്കാണ് നീതിയാണ് അല്ലേ? ഇവിടെ അടിയന്തരാവസ്ഥയോ അടിയന്തരാവസ്ഥയിൽ ജീവിച്ചവനാ മാധവൻ. അന്ന് കൊയിലോത്ത് ഗംഗാധരം മുതൽ ഇന്ന് ഗംഗാധരൻ ഇന്നലെ പോലീസ് പറഞ്ഞത്, മാധവ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരിപ്പിക്കോ. എന്റെ മോനെ ഗംഗാധരൻ അടിയന്തരാക്കാലത്ത് എന്നെയും കൊയിലോത്ത് മോദിയെയും കമ്മ്യൂണിസ്റ്റ് സഹാക്കളെയും വീട്ടിൽ കയറി ചൂടിക്കലായിരുന്നു പണി അല്ലേ? നിഷേധിക്കാനാവോ? ആരോ നിങ്ങൾക്ക്? ഞാനും കൊയിലോത്ത് മോദിയും ഇവിടുത്തെ ലളിത വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കുന്നത് CPI-ക്കാരാ. ഇവിടെ പോലീസിനെ അറിയുമെന്ന് ഞാൻ അറിയില്ല. ആ അടിയന്തരാവസ്ഥയിൽ കൊയിലോത്ത് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഞാനും മൊയ്തിയും എന്താ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇവിടുത്തെ പഞ്ചായത്തിൽ ഒരുപാട് ദളിതുകളെ സവർണ മേധാവികൾ ചൂഷണം ചെയ്യുകയാ. കഞ്ഞി കൊടുക്കില്ല, ചോറ് കൊടുക്കില്ല. അറിയോ നിങ്ങൾ? അന്തിപ്പണി ഇതിനെതിരെ സമരം ചെയ്തത് ഞാനും കൊയിലോത്ത് മൊയ്തിയും TV കുമാരനും ഉൾപ്പെടെയുള്ള ആളുകള് സഹാക്കള്. അന്നേരം ഇവിടുത്തെ CPI-ന്റെ പണി എന്താണ്? വീട്ടിൽ കയറി ഈ സമരം ചെയ്യുന്ന ദളിത് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് സമരം ചെയ്യുന്ന പ്രവർത്തകരെ വേട്ടയാടുക. ഞാനിപ്പോ കണ്ടു പോയിട്ട് പോകുന്നത് നിഷേധിക്കാനാവോ? ഞങ്ങളൊരു കഞ്ഞി കുടിച്ചിറങ്ങുമ്പോൾ ഈ ഗംഗാധരനും പോലീസ് ഇവിടെ ഈ പീഡിയ നിൽക്കുന്നിടത്ത് അന്ന് വലിയ പീഡിയ എന്ന് പറയുന്ന ഒരു പീഡിയ ഇവിടെ പോലീസ് ക്യാമ്പ്. കൊയിലോത്ത് ഗംഗാധരൻ ഈ ക്യാമ്പിലുള്ള പോലീസുകാരെയും കൂട്ടി കൊയിലോത്ത് മൊയ്തിയുടെ വീട്ടിലേക്ക് വന്നു. അതാ മാധവനും മൊയ്തിയും. അറിയോ നിങ്ങൾ? ഒന്ന് നീളത്തിന് മാറിയതല്ല. ഒരു ഭാഗത്തൊരു കണ്ടിയുണ്ട്, ഒരു ഭാഗത്തൊരു കോടിയുണ്ട്. മൊയ്തി പറഞ്ഞ്, ഇതാ ഒരു ഭാഗത്തൊരു കോടിയുണ്ട്, ഒരു ഭാഗത്തൊരു കണ്ടിയുണ്ട്. എവിടെ കീഴണം? ഒരങ്ങോട്ട് വേണം ചൂണ്ടുമ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു അല്ലേ? ഇന്നത്തെ പോലീസുകാരൻ അറിയാതെങ്കിലും ഇത് നടത്തിയ CPM-കാരൻ അറിയാം. ഓനവധി വഹിച്ച ദുരന്തം അറിയോ? ഈ സമ്മാനിത്തം ചെയ്ത CPM-ന്റെ ആളുകൾക്കറിയാം. എന്നാണോ നിങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉണ്ടായത്? എന്നാ ഉണ്ടായത്? ഞാൻ കണ്ടിട്ടില്ല.
അന്ന് 80-നടുത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ അടിയന്തരാവസ്ഥയിൽ CPI അടിയന്തരാവസ്ഥയിൽ കൊയിലാത്ത കുഞ്ഞുങ്ങളാക്കാന് നേക്തൽ എന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്യിച്ചപ്പോ CPI-ക്കാരാ. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അന്ന് രാത്രി അദ്ദേഹത്തെ കീക്കാൻ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്. നിങ്ങൾ എന്താ പറഞ്ഞ് കൂടുതൽ നക്സലൈറ്റുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാ. ഞങ്ങള് ഒരുപാട് പോരാട്ടങ്ങള് ദളിത് സമൂഹത്തിന് വേണ്ടി, 5 മണിക്ക് പണിയാറാൻ വേണ്ടി, കൂലിക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന് ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് കൊടി പിടിക്കുന്നവര് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ സവർണ മേധാവികളുടെ ഭാഗമാണ്. ഞാനും TV കുമാരനും കാക്കറമുക്കൽ 45 ദിവസം നീണ്ടു നിന്നൊരു സമരത്തിന് പോയപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ വളഞ്ഞപ്പോൾ TV കുമാരനും എനിക്കും നേരെ ഉറുമി വീശിയ ഒരാളുണ്ട്. എന്നും അയാളുടെ പേര് ഉറുമി പോയിരുന്ന അറിയോ നിങ്ങൾ? എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തൊഴിലാളി വർഗത്തിന്റെയോ ഒരു ദളിത് വിഭാഗത്തിന്റെയോ ഭാഗത്ത് ഒരു പോരാട്ടങ്ങൾക്ക് CPI നിന്ന ചരിത്രമില്ല. എന്നും മരണം പറ്റിക്കൊണ്ട് അറിയോ? ഇത്രയുള്ള അന്നും ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ ഭാഗത്ത് നടന്ന നിരവധി പോരാട്ടങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടില് കാരി പോലീസിനെയും കൊണ്ട് നടക്കലായിരുന്നു. ഇവിടത്തെ CPI-ക്കാരുടെ പണി നിഷേധിക്കാൻ സാധിക്കുമോ? CPM-ന്റെ ആളുകൾക്കത് ഓർമ്മയുണ്ടാകും. TK മാധവനെ ഓർമ്മയുണ്ടാകും. ആ പോരാട്ടങ്ങളെ ഓർമ്മയുണ്ടാകും. ഞാനിന്ന് പറയാൻ കാരണം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ നടന്നത്. SI പറഞ്ഞു ആ ചെറിയ വൈകല്യം, പിന്നെ സർക്കിൾ വിളിക്കുന്നു. ഞാൻ ചോദിച്ചെന്താ? സമ്മേളനം നടത്തിയാൽ, പ്രതിഷേധം നടത്തിയാൽ അറസ്റ്റ് ചെയ്യും. മനസ്സിലാക്കണം, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എന്നെ വിളിച്ചു പറയും അറസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. നിരവധി അറസ്റ്റുകളായിട്ട് അടിയന്തരാവസ്ഥയിലും വെച്ചഭൂമി സമരത്തിലും കടന്നുവരാ TK മാധവൻ. നിങ്ങൾക്കറിയാം, നിരവധി പോലീസ് വേട്ടയാടിയപ്പോൾ, പോലീസ് ചാക്കപ്പ് കടന്നപ്പോൾ ഞാനും കൊയിലോട്ട് പോയൊന്നും കരഞ്ഞു പോയിട്ടില്ല, പിന്നോട്ട് പോയിട്ടുമില്ല. അറിയോ നിങ്ങള്? ഇപ്പം അവസാനം പറഞ്ഞ് ലാത്തി വീഴ്ചം വീഴ്ചിക്കോ. ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായി പോരാടിയ, മനസ്സിലായോ? ഈ ജനാധിപത്യ ബോധമില്ലാത്ത CPI എന്ന് പറയുന്ന വർഗം SI സാർക്കള് വിളിച്ചു പറയാം, എന്റെ വീട്ടുകാരെ ആക്രമിച്ചാലൊന്നും അല്ല എനിക്ക് വേദന, എനിക്ക് വേദന. എന്റെ മകന് രോഗമായിട്ട് ഒരുപാട് വർഷമായി. ആ മകൻ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നതും എല്ലാ ചികിത്സയ്ക്കും എന്നോടൊപ്പം ഡോക്ടർമാരെടുത്തു പോകുന്നത് FM അബ്ദുള്ള, അറിയാവുന്നത്. എന്നും എന്നിട്ട് പറയാ, SIയോട് പറഞ്ഞെടുക്കുക, ഈ മരുവിനെ ചികിത്സിക്കുന്നത് ഞങ്ങളാണ്, CPI-ക്കാർ. എന്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് രോഗമായിട്ട് ഒരു ദിവസം ഒരു CPI-ക്കാരൻ കടന്നു വന്നിട്ടില്ല. ഒരാൾ വന്നു, ഇടയ്ക്ക് വരും. ആരാണെന്നറിയോ? ആവള നാരായണന്റെ ഭാര്യ ഓമനമ്മ പാഞ്ഞു വരും. എന്റെ മകനെ കാണാൻ വേറൊരു CPI-ക്കാരനും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ. അറിയോ നിങ്ങൾ? ആ ഓമനമ്മ സ്നേഹത്തോടെ എന്റെ മകന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഓർക്കുന്നു. ആ മകനെ ചികിത്സിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തെ
മാനാഭിമാനത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റോ കാപാലികളോ ആരാണ് നിങ്ങൾ? എസ് ഐ ആണ് എന്നോട് പറഞ്ഞത്. നിങ്ങളെ മകളെ ചികിത്സിക്കുന്നത് CPI-കാരല്ലേ? ഒന്നുകൂടി പറയാം, CPI-കാർ മാത്രം ചികിത്സിച്ച് ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. നിങ്ങളുടെ വരിക്കോട് ചാനൽ ദേവിയമ്മയുടെ മകൻ പോജോട്ടൻ ബിജു KP ആശ്രമത്തിനോട് പറഞ്ഞ് ബിജുവിനെ ചികിത്സിക്കലിഞ്ഞ ആള്, അല്ല പിന്നെ മനുവിനെ ചികിത്സ ഞാള്. എന്റെ മാനാഭിമാനമുള്ള ഏതെങ്കിലും കുടുംബത്തിന് സഹിക്കാൻ സാധിക്കുന്നതിനപ്പുറമാണ്. എന്റെ വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ എന്നോട് ചോദിച്ച് മാധവട്ടനെ ഞങ്ങൾ സഹായിക്കട്ടെ. നിങ്ങൾ അറിയോ, ഒരു ഇഞ്ചക്ഷൻ 55,000 ഉറുപ്പിക വേണം ഓരോ ആഴ്ചയും. അത് ചെയ്യുമ്പോൾ വെൽഫെയർ പാർട്ടിയോട് പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ എന്റെ കണ്ണിനൊരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ മുത്തവ പാലായി. ഇങ്ങനെ പറയുന്നല്ലോ, ഇനി പൈസക്കാരുടെ പാർട്ടിയില്ല, ഇനി പൈസ വാങ്ങിയിട്ട് മുത്തവ പാലായി. ഒരു കവർ ആസ്പത്രിയിൽ വന്ന് ചാന്തനെ കൊടുത്ത്, അറിയോ CPI-കാരാ? ഞാൻ ചാന്തയോട് ചോദിച്ചാണ്ട അത് പാലായി തന്നു, ഒന്ന് തുറന്നോട്ട് പൈസ. ഞാൻ പാലായിയോട് പറഞ്ഞ് എനിക്കിതിന്റെ ആവശ്യമില്ല, എനിക്കിതിന്റെ ആവശ്യമില്ല. കോൺട്രാക്റ്റില് ഇൻഷൂർ എടുക്കും അല്ലേ? അല്ലേ? ഇത് പാർട്ടി പറയും. എന്റെ മകൻ ഗ്രാൻഡ് ഹൗസിലെ CITU തൊഴിലാളിയ. ആ തൊഴിലാളികൾ അവിടെയുള്ള ബിജു, ഇടവരായിട്ടുള്ള സോമൻ, അതുപോലെ CITUവിന്റെ സഹാക്കൾ എന്റെ വീട്ടിൽ വന്നു. ഒരാഴ്ചക്ക് 55 ഉറുപ്പിക ഇഞ്ചക്ഷന്, മറ്റ് ചികിത്സ വേറെ. ഞങ്ങളൊന്ന് സഹായിക്കട്ടെ മാധവട്ട. CITUവിന്റെ തൊഴിലാളികൾ, ഗ്രാൻഡ് ഹൗസിലെ തൊഴിലാളികൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ 10 സെന്റ് സ്ഥലമുള്ളപ്പോൾ നിങ്ങൾ സഹായിക്കണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ ഘടകകക്ഷിപ്പെട്ട യൂണിയൻ അല്ലേ CITU? ആ ഗ്രാൻഡ് ഹൗസിലെ CITUനെ വിളിച്ചിട്ട് ഇതിന്റെ മേലെ കുത്തിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ അറിയാം. എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ അന്വേഷിക്കണം. ഇനി നിങ്ങൾ പറഞ്ഞെന്താ? ഞാൻ സമ്പാദിച്ചു. ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ കുടുംബത്തിനു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർ 4 പേർ. ഒന്ന് TK കൃഷ്ണക്കുറുപ്പ്, ഒന്ന് നിങ്ങളെ പാർട്ടിയായ TK കുഞ്ഞിക്കാട് നായർ. അദ്ദേഹം മുമ്പ് ജനതാദളായിരുന്നു. മുതുകാട് സമരത്തിലെല്ലാം സോഷ്യലിസ്റ്റ് സമരത്തിൽ പങ്കെടുത്ത ആളാ. ഒന്ന് TK ശശി. ഞങ്ങളാരും ഈ പൊതുപ്രവർത്തനം കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരാളും 5 പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ TK മാധവന് സാധിക്കും. എന്നാൽ ഇവിടെ വൈക്ക് കത്തി പൊതുജനത്തിന്റെ മുമ്പിൽ എന്റെ വീട്ടിൽ പാചകമാകിയ എന്റെ മകനെയും എന്നെയുമെല്ലാം ആക്രമിച്ച, ചീത്ത പറഞ്ഞ, കേട്ടാൽ അരയ്ക്കുന്ന ഭാഷയിൽ അവിടെ കുത്തിരിക്കുന്നുണ്ടോ വിനോയി അതിൽ കേളത്ത് നെഞ്ഞത്ത് കൈവച്ച് പറയാനാവിട. ഞങ്ങളെ കുടുംബത്തിൽ ഒരാൾക്കും ഞങ്ങളെ കുടുംബ സ്വത്ത് വിറ്റാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്നും ഞങ്ങളെ പാരമ്പര്യമായി കുടുംബപരമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുവാൻ സാധിക്കുമോ? ഇല്ല. എന്ന് നിങ്ങൾ പറഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇതാ നിലവിളിച്ച് നടക്കുന്നു ഒരു ചെറുപ്പക്കാരൻ, കേളാത്ത് സുരേഷ്. ആ സുരേഷ് CPI, അഖില് CPI,
രാമകൃഷ്ണൻ CPI, നാരായണക്കുറുപ്പ് CPI അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എല്ലാ പാർട്ടിക്കും പരാതികൾ കൊടുത്തുകൊണ്ട് നടക്കുക സ്വത്ത് നഷ്ടം. എന്റെ അമ്മ, എന്നെല്ലാം ചികിത്സിക്കാൻ ഇത്ര പൈസയുള്ള CPIക്കാരാ നിങ്ങളെ സംസ്ഥാന നേതാവുള്ള ആളുകൾക്ക്, ഈ കുടുംബക്കാർക്ക് വട്ടമിട്ടിരുന്ന് ഈ വിഷയം എന്തുകൊണ്ട് മഹാകമ്മ്യൂണിസ്റ്റുകാര് തീർത്തുകൂടാത്തത്? ആ കുടുംബത്തെ എന്ത് ഐക്യപ്പെടുത്തിക്കൂടാത്ത? എന്നോട് വാർഡ് നമ്പർ പ്രവീണ് വിളിച്ചോ, മാധവേട്ട ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചോ, മോന്റെ അടുത്ത് നിശ്ചയായിട്ട ചോദിച്ചു ഈ കേരളത്തെ സ്വത്ത് ഭാഗത്തിൽ മാധവേട്ടൻ ഇല്ലേ? ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ സുരേഷ് വിളിച്ചിട്ട് പോയതാണ്. ഞാൻ പറഞ്ഞു, പ്രവിധേ നീ ആധാരം വാങ്ങി നോക്കുക. ഹിന്ദു നിയമപ്രകാരം ആണിനും പെണ്ണിനും തുല്യ അവകാശം കിട്ടിയിട്ടുണ്ടോ കേരളത്തെ ഭാഗത്തിൽ എന്ന് നീ പരിശോധിക്കുക എന്ന് ഞാൻ പ്രവൃത്തിയോട് പറഞ്ഞു. കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഏതെങ്കിലും CPM-കാരന് പറയാൻ സാധിക്കുമോ? എന്തുകൊണ്ട് വട്ടത്തിലിരുന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് വരെ നിങ്ങൾക്ക് തയ്യാറാകുന്നില്ല? നിങ്ങളാ. എന്നാ ഞാൻ പറയട്ടെ, മനുവിനെ പറ്റി നിങ്ങൾ അറിയോ? മനുവിന് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇത് പോലീസുകാരോട് കേൾക്കാനാ. പോലീസ് SI ഇന്നലെ എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ കേസ് എടുക്കുന്നത്? മനുവിനെ ചികിത്സിക്കുന്നത് CPI-കാരല്ലേ? ഓ, ഇതെല്ലാം വിച്ഛേദിച്ച് നടക്കുന്ന SI-യും സംഘവും എന്താ പിന്നെ പറയാ? ഒരു അന്വേഷണം നടത്തണം. SI കഷ്ടം. എന്നെ സഹായിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള ആളുകൾ, എന്റെ മകന് സംസാര ശേഷിയില്ല, സംസാരിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോലും. ഡോക്ടറിനോട് പറഞ്ഞ് ഇവനെ തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ 3 ആളുകളെ ഏൽപ്പിച്ചു സംസാരിക്കാൻ. അറിയാം നിങ്ങൾ CPI-കാരാ, എന്റെ വീട്ടിൽ പാഞ്ഞു വന്ന് എന്റെ മകനെയും എന്റെ ഭാര്യയും ആക്രമിക്കുമ്പോൾ എന്റെ മകന്റെ സ്ഥിതി അറിയോ? നിങ്ങൾ ന്യായീകരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്നവരാ. അറിയോ നിങ്ങൾ? മരിയാൻ ഒരിച്ചാലി പോയെന്നതാ, കുതിരപ്പറ്റി അമ്മതിനാ, മുൻജാതി ശാരദയെ. എന്റെ മകന്റെ സംസാര ശേഷി നഷ്ടപ്പെടുന്നതിന് സംസാരിക്കാൻ ഞാൻ നിർത്തിയവരാണ്. അറിയോ നിങ്ങൾ? നിങ്ങൾ എന്നെ ചവിട്ടിക്കൂട്ടിയതിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. എന്റെ ഭാര്യ തളർന്ന് വീട് കിടക്കുന്നു, എന്റെ മകൻ കിടക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികള്, നിങ്ങളുണ്ടാക്കിയ കോപ്രായങ്ങള്, നിങ്ങളുണ്ടാക്കിയ ആക്രമണങ്ങള് സഹിക്കാനുള്ള മാനസികാവസ്ഥ എന്റെ മകനില്ല. നിങ്ങൾ അന്ന് താലിക്ക് വൈകൊടുത്ത് കാട്ടാ പോലെ ഒരു കുടുംബത്തിൽ പാതി കാര്യിട്ട് എല്ലാ തോന്നിയസം നടത്തിയിട്ട് പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെടുത്ത് പോയി. എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനാകുന്നില്ല, തളർന്ന് കിടക്കുക. നിങ്ങളറിയോ ഞാൻ വേദനിച്ചത്? മടങ്ങി വരുമ്പോ ഒരു പൊറാട്ടയും കറിയും വാങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളെ മുമ്പിൽ വെച്ച് ഞാൻ എന്റെ മകൻ ഇതെടുത്ത് എന്റെ മകന് ഭക്ഷണം വാരി കൊടുക്കണം. കഴിക്കാനായില്ല. ആ പൊറാട്ടയും കറിയും ഞാൻ എന്റെ മകന് വാങ്ങി വെച്ചു കൊടുക്കുമ്പോ എന്റെ കൈവിറയ്ക്കും. അറിയോ, എന്റെ സഹാക്കളും പലരെ അറിയുന്നൊന്നുമില്ല. എന്റെ കൈവിറയ്ക്കും, എന്റെ മകന്റെ തലയും വിറയ്ക്കും. ഒരു ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. അറിയോ നിങ്ങൾ? ഈ തൊഴിലുറപ്പ് തൊഴിലാളികള്, വയലാമ്പ്രാൻ ശാന്താടുത്ത് മുതലുള്ള ആളുകൾ എന്റെ പുരയിൽ വന്ന് കരഞ്ഞണം. നിങ്ങളെ തൊഴിലാളികൾ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് വിളിച്ചു ചോദിച്ചൂടെ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ പറയണം. റസാഖ് ബാലേറിയോട് ഞാൻ പറഞ്ഞത്, ഈ 50 തൊഴിലാളികളെ നിങ്ങൾ കാണുക. എന്നിട്ട് ഒരാള് ഞാൻ
ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി എന്റെ ഭാഗത്ത് നിൽക്കണ്ട. വന്നല്ല എന്റെ പാർട്ടി ഞാൻ തെറ്റ് ചെയ്തോ എന്ന് നോക്കാൻ എന്റെ പാർട്ടി വന്നു, സംസ്ഥാന കമ്മിറ്റി മെമ്പർ വന്നു, കാസിംക വന്നു, അറിയോ, സൽമാൻ മാഷ് വന്നു. ആ 40 തൊഴിലാളികളോട് ചോദിച്ചു, ഒരു തൊഴിലാളി പോലും ഞാനൊരു സ്ത്രീയെ ചീത്ത പറഞ്ഞതായി പറഞ്ഞിട്ടില്ല. CPM-കാരെ നിങ്ങൾ അറിയോ? CPI-കാരെ നിങ്ങൾ അറിയോ? ഞാൻ രൂക്ഷമായി സംസാരിക്കാറുണ്ട്, ചീത്ത പറയലില്ല. നേരത്തെ വന്ന പലരുണ്ട്, പ്രവീണയുണ്ട്, ഇന്ന് പഞ്ചായത്ത് മെമ്പർ കാർത്തിയുണ്ട്. കാർത്തികവും ഞാനുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പിന് കേസുണ്ടായിട്ടുണ്ട്. ആ കാർത്തിയോടും പ്രവീണയോടും ചോദിക്കുക, നിങ്ങൾ PK മാധവനൊരു കളവ് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കണം. ഇനി ഞാൻ സംഭവത്തിലേക്ക് കടക്കാം. എനിക്ക് തൊഴിലുറപ്പ് കഴിഞ്ഞ് കുളിച്ചിട്ടില്ല. സഹാക്കളെ, CPI-കാരെ, ഞാനിങ്ങനെ ഒരു സംഭവം ഈ മണത്തെ നോക്കിൽ ഉണ്ടാകാൻ പാടില്ല. ഞാനും CPM അടിയുണ്ടായിട്ട് അത് മുഖാമുഖാണ്, അത് മുഖാമുഖ. ആ അടിക്കല്ല, ആ എന്നത്തെ CPM-കാരും ഞാനും തമ്മില് ഒരു മാനസിക ഐക്യവും എന്നേലും അറിയാവുന്നേരാ ഇവിടുന്ന് അടിച്ചിട്ടുണ്ട്. പിറ്റേന്ന് ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. അറിയാമോ? അവരെന്നെ പറ്റിയുള്ള സ്നേഹം ഇന്നുള്ളിൽ സൂക്ഷിക്കുന്നവരാ. കൊയിലോട്ട് മൊയ്തിക്കും അതുപോലെയുള്ള ആളുകൾക്കും സുഖമില്ല എന്ന് പറഞ്ഞാൽ PK മാധവനും എന്റെ മോനും വാഹനം വിളിച്ചവിടെ പോകും. നിങ്ങൾ ചെയ്തെന്താണോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയാ ആണോ? എന്നെ വിളിക്കുന്നു, എന്താ പറയുന്നത്? ഒരു ഫോൺ വിളിക്കുക, എന്റെ സഹാക്കൾ കേൾക്കണം, ഇവരെ കൂട്ടിക്കൊണ്ടെടുക്കുന്ന CPM-മാരും കേൾക്കണം. കേൾക്കണം ഇവരെ. PK മാധവനല്ലേ? അതെ. വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ? അതെ. ഞങ്ങൾ വേളത്തുനിന്ന് വരുന്ന 3 വെൽഫെയർ പാർട്ടി പ്രവർത്തകരാണ്. നോക്കണം. നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ മഠത്തിന് മുക്കിലെത്തി. എന്നാൽ തൊട്ടടുത്ത് കൊല്ലന്റെ പീടിയുണ്ട്. ഈ കാട്ടാളത്തവും നീചവും കാണിച്ച കേരളത്തെ എന്നാണ് പേര് ആകിലെ രാമകൃഷ്ണന്റെ മോന, എന്റെ പ്രധാന സുഹൃത്തിന്റെ മോന, നാരായണക്കുറുപ്പന്റെ പ്രധാന സുഹൃത്ത്. അയാൾ അനുജന്റെ മകനാ. ആരോടാ നിന്റെ നമ്പർ വാങ്ങിയത്? പഞ്ചായത്ത് മെമ്പർ പ്രവിതയോട്. എന്നോട് പ്രവിത പറഞ്ഞു, മാധവട്ട എന്നെ വിളിച്ചിട്ടാണ് നമ്പർ വാങ്ങിയത്. എന്നിട്ടോ നിങ്ങളന്ന് റോഡ് മുക്കിഞ്ഞിക്കും, ഞാനന്ന് റോഡ് മുക്കിഞ്ഞു. നിങ്ങളൊന്ന് മുന്നോട്ട് നടക്കി, ഞാനൊന്ന് മുന്നോട്ട് നടന്നു. ഞാൻ കരുണന്റെ പീഡന്റെ അടുത്ത് വരെ തിങ്ങക്ക് തിരികെല. ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വരെ എത്തിയത്. അന്നേരം പറയാണ്, ഒരു സ്വകാര്യം പറയാനാ എന്റെ ആകിലെ നിന്റെ അച്ഛനേക്കാളും ബുദ്ധിയുമുണ്ടോ? ബുദ്ധിയുമുണ്ട്. എന്നിട്ട് നിങ്ങൾ വേഗം വരും. ഒരു സ്വകാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണം. സ്വകാര്യം പറയാൻ പോണേക്കാളും വലിയ സൗകര്യം എന്താ? നിങ്ങൾക്ക് കുരുട്ട് ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ല. അറിയോ? ഇവിടെ ഒരുപാട് നിങ്ങൾ അറിയോ? MV രാഘവന്റെ അടുക്കയും ചാത്തുന്റെ മാഷി അടുക്കയും KP ഗോപാലന്റെ അടുക്കയും രാഷ്ട്രീയ പാർട്ടികളുടെ പാരമ്പര്യങ്ങളാണ്. PK മാധവൻ എനിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ വരുന്ന എങ്ങോട്ട് വരുന്നത്? വാട്സാപ്പിലേക്ക് വരുന്നത്. എനിക്കെന്റെ പോരയിലെത്തണം. എത്തണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലും.
അഖിലെ എന്നോട് ചതി വേണ്ടായും മോനെ, എന്നോട് വേണ്ടായും. നിന്നും ഞാനുമായുള്ള ബന്ധം നിന്റെ അച്ഛനും ഞാനുമായുള്ള ബന്ധമല്ല. എന്റെ അമ്മയുടെ അച്ഛൻ ചാക്കുവായനും നിന്റെ അച്ഛന്റെ ഉത്താരക്കുറിപ്പും യഥകലത്തിൽ താമസിച്ചുള്ള ബന്ധാണോ അന്ന് മുതലുള്ള ബന്ധം. കേരളത്തിൽ കത്താൻ വേണ്ടി കുടുംബക്കാരും നിലനിർത്തുന്നില്ല വസ്തുതയ. അവിടെയാണ് എന്നെ ചതിച്ചത്. ഞാൻ എന്റെ പുരയിലേക്ക് ഇവര് അവിടെ മറ്റോട്ടിൽ സംഘട്ടനം നടക്കുന്നു എന്ന നിലയ്ക്ക്, ഇപ്പം മാധവൻ വരുമെന്ന നിലയ്ക്ക് അവിടെ നിന്ന് അറിയോ ഒരു സാധു ഉണ്ടായില്ല. ഇപ്പം താമസിക്കുന്നു തിരുമ്പ് തന്നെ ആരാണ് ഓനൊന്നും അറിയില്ല. ഓൻ കൊളിച്ച് ഓടിയെത്തിയപ്പം ചോദിക്കുക മാധവനെ തച്ചോ, മാധവനെ തച്ചോ ഭർത്താറ്റിന്ന് അല്ലാരുണ്ട്. ഓനൊന്നും തിരിയുന്നില്ല. ഓൻ പറഞ്ഞു അങ്ങനെ ഒരു അടി നടത്തിക്കില്ലല്ലോ. ഇത് രാഷ്ട്രീയമല്ല, ഇത് രാഷ്ട്രീയമല്ല, ചതിയ. ഞാൻ എന്റെ പുരയിൽ പോയി, ഞാൻ എന്റെ പുരയിൽ പോയി ആ നമ്പർ എഴുതി വെച്ചു, പോലീസാണ് കൊടുത്തു. എസ് ഐ വിളിച്ച് ആരാ വരുന്നത്? തുറയൂരുള്ള ഒരു ചങ്ങായി. ഓന്റെ പേരെന്തായിരുന്നു? അശ്വന്ത്. ഓന്റെ അച്ഛൻ്റെ ലോഹി. ഓന്റെ അച്ഛന്റെ പേര് ലോഹി. അടുത്ത കാലത്ത് CPM പുറത്താക്കിയ ഒരാൾ അറിയോ? ഒരു മണ്ണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിന് ഇത്ര ഗുണ്ടകളെ സംഘടിപ്പിച്ച് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ പാഞ്ഞുകാരി? എന്റെ സുഖമില്ലാത്ത മകനാ ബേജാറായി കസരന്ന് വലിച്ചിട്ടില്ല നിങ്ങൾ. എന്നിട്ട് ആദ്യത്തെ ദിവസം ഞാൻ വന്നു, റസാക്ക് പാലേക്ക് ചോദിച്ചു എന്നോട് എന്താ ബോധമാണ്. ഞാൻ പറഞ്ഞ എന്റെ ഭക്ഷണക്കാരൻ ഉണ്ടാക്കാനാണില്ല. റസാക്ക് പാലായിരിക്കും. അതുപോലെ ആളുകള് വരുമ്പോ കുറച്ച് പൊറോട്ടയും കറിയും വാങ്ങിക്കൊണ്ടു ഭക്ഷണം വായിച്ചിട്ടുള്ളോടും. ഇന്ന് എന്റെ മകൻ 2 ദിവസമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇന്നലെ പോലീസ് വന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞ എന്റെ മോനാടല്ല, മോനെ ഞാൻ അത്ര ആ രീതി കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ ഓരോട് ഡോക്ടർ സമയം കുറവുണ്ട്, ഡോക്ടറെടുത്ത് കൊണ്ടുപോയ വെപ്പൻ അബ്ദുള്ളയോട് പറഞ്ഞു ഇവന്റെ രോഗം മാറുകയില്ല, ഇതിന് രോഗത്ത് ചികിത്സയില്ല. എന്റെ മോൻ പറഞ്ഞെന്തറിയോ? എന്റെ അച്ഛനെയും അമ്മയെയും നിങ്ങളെ അറിയിക്കരുത്. ഞാൻ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എഫെന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ ഞങ്ങളോട് പറയാ. മനു പറഞ്ഞെങ്കിൽ പറഞ്ഞാവും. അന്ന് എഫം എന്നോട് പറഞ്ഞു ഇന്നതോ സ്ഥിതി, മരുന്നില്ലാത്ത രോഗം, ഓരോ അവയവങ്ങളിലും നിശ്ചലമായി പോകുന്ന രോഗം അല്ലേ? അതാണ് നിങ്ങൾ ചെയ്തത്. എനിക്ക് കുട്ടിയുടെ കാര്യം പറയാം. നിങ്ങൾ പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെ ചീത്ത പറഞ്ഞു കേട്ടോളുണ്ടോ? CPI-കാരൻ ഞാൻ ചോദിക്കട്ടോ, നീയും ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി സത്യസന്ധമായി അന്വേഷിച്ച എന്റെ കേട്ട് തെളിയിക്കുന്ന പോലീസാവട്ടെ പോലീസ്, ആ സർക്കിൾ ഇൻസ്പെക്ടറും വിളിച്ചു പറയുക, ചിലർ ഇത് പറയുന്നു, ചിലർ ഇത് പറയുന്നു, ഞങ്ങൾക്ക് കൃത്യമായി ധാരണ ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്റെ സർക്കിൾ ഇൻസ്പെക്ടർ എന്റെ കേസ് തെളിയിച്ച നിങ്ങൾക്ക് ഒരു ചീത്ത പറഞ്ഞത് ആരാണ് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കാരണം നിങ്ങളെ അത്ര മോശമാക്കി പറഞ്ഞുകൂടാത്തൊരു ബന്ധം എനിക്കുള്ളൂട്ടാ. മുമ്പ് പറയുമ്പോലെ പോലീസിനെ അത്ര മോശമാക്കി പറയാൻ പറ്റാത്തൊരു ബന്ധമുണ്ടാ. ഒരു കുട്ടി ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. എനിക്ക് കേൾക്കണം. തൊഴിലുറപ്പിന് പൈസ സമ്പാദിച്ചിട്ടുണ്ട്, തൊഴിലുറപ്പിന് പോകണോ? ഞാൻ എന്റെ ഭാര്യ നിങ്ങൾ ആലോചിച്ചോ? ഞാനും എന്റെ ഭാര്യയും അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അധ്വാനിക്കാതെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്.
നിങ്ങൾ അടുത്ത പൊതുയോഗം വെക്കുമ്പോൾ ബാക്കി ഞങ്ങൾ പറയും. നല്ല മൈക്കും കൊണ്ടുവന്നിട്ട് ഇപ്പൊ സമയം ഒപ്പിടേണ്ട സമയം വന്നു. ആര് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, എനിക്കറിയാം പെൺകുട്ടിയില്ല, PM കുമാരന്റെ മരുമകന്റെ ഭാര്യ, ദേവകിയുടെ മകന്റെ ഭാര്യ. ആ കുടുംബത്തിന് ആ ദേവയും 4 കുട്ടികളും അനാഥമായി പയ്യോളിക്കണ്ണിയിൽ കുഞ്ഞിക്കണ്ണാട്ടന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്കൊരു കൂര വെക്കാൻ ഞാൻ എന്തു ചെയ്തു എന്ന് മാരുതിയാട്ട് ഗോവിന്ദനും PM കുമാരനും അറിയാം. ഓക്കറിയൊന്നും ഞാനറിയില്ല. നിങ്ങൾ ഗോവിന്ദനോടോ കുമാരനോടോ ദേവകിയോടോ ചോദിച്ചാ പറഞ്ഞത്. ഞാനിങ്ങനെ നടക്കുന്ന കാലഘട്ടത്തില് അല്ലെ എനിക്കതിന് വേനുണ്ട്. അപ്പൊ പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം, ഒരു ഫോട്ടോ എടുക്കണം. എന്താ സാമ്പത്തിക സാക്ഷരത? ഞാൻ ചോദിച്ചു, ആരാ മോളെ ഇനി? എന്നെ പഞ്ചായത്ത് നിയമിച്ചതാ, ചെറുവണ്ണൂർ പഞ്ചായത്ത്. ഓ, താൽക്കാലിക നിയമനം. ഞാൻ പഞ്ചായത്തിൽ വിളിച്ചു. അങ്ങനെ ഒരാളെ പഞ്ചായത്തിൽ നിന്ന് നിയമിച്ചിട്ടില്ല. ഞാൻ ഒരു സ്വകാര്യം പറയുന്നത് CPI-ക്കാരോട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചു. അങ്ങനെ ഒരാളെ നിയമിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് എന്തായി? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കണ്ട, വേറെ ആരെ ഫോട്ടോ എടുത്താലില്ല. ആളെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, ഇത് കലക്ടർ ചെയർമാനുമായ കമ്മിറ്റി. ആയിക്കോട്ടെടാ, ഞാനെന്ത് വേണം? നരേന്ദ്രമോദി ചെയർമാനായ കമ്മിറ്റി ആയിക്കോട്ടെ. ഞാൻ നിന്നോ ഇതത് ഞാനെങ്ങനെ പറയുന്നത്? ഇത് തലയ്ക്ക് പണിയില്ലാത്ത CPI-കാരനല്ലാണ്ട് വേറെ ഒരാളെ മനസ്സിൽ ഓടിയില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഫോട്ടോ എടുക്കണ്ട. അപ്പം ചോദിച്ചു, നിങ്ങൾ ബാങ്കിന്റെ ആളാ? ആ. ഒരു ദിവസം ഒരു തൊഴിലാളിയെ 9 മണി മുതൽ 5 മണി വരെ പണിയെടുത്തിട്ട് ₹1 ബാങ്ക് എടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അത് പാൻ കാർഡില്ലാത്ത. അന്നേരാണെന്ന് പറഞ്ഞ് എനിക്ക് പാൻ കാർഡുണ്ട്, എന്റെയും ഉറക്കെ പിടിക്കുന്നുണ്ട്. എന്തൊരു ചൂഷണമാണ് ഈ ബാങ്ക് നടത്തുന്നത്. അതിനെതിരെ സമരം ചെയ്യേണ്ടവർ, നിരന്തരം നടത്തുന്ന പാവപ്പെട്ട അടിസ്ഥാന വിഭാഗമായ തൊഴിലാളികളെ ₹1 പിടിക്കുന്നതിന് സമരം ചെയ്യുന്നതിന് പകരം അതിന് ചോദിച്ച മാധവന്റെ പേരിൽ വീട്ടു പറഞ്ഞുതരാം. അപ്പൊ ഇതല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചീത്തയും പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന സംഭവം ഇത്രയും ലളിതം. പിറ്റേന്ന് രാവിലെ എന്നെ SI വിളിക്കുന്നു. ഞാൻ ചോദിച്ചെന്താ? നിങ്ങൾ സാക്ഷരതയുടെ ഒരു യോഗത്തിൽ പോയി. ഞാൻ ചോദിച്ചു, എന്ത് സാക്ഷരത? സാമ്പത്തിക സാക്ഷരത. എവിടെ വെച്ച് നടന്നു? കുതിരപ്പട്ടി ഷാജിന്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, ഷാജിന്റെ വീട്ടിലൊരു യോഗം ഞാനിട്ട് പോയിട്ട് എനിക്ക് CPI-ക്കാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, തൊഴിലുറപ്പിലൊപ്പിട്ടോ 5 മണിക്കൂർ 5 മണി വരെ ഞങ്ങൾക്കൊരു യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ല. തൊഴിലുറപ്പിന്റെ ഞങ്ങൾക്ക് സമ്മതം വേണം. പലരും വരികയാണ്. അറിയോ? ഞങ്ങളുടെ പറഞ്ഞ അറിയപ്പോലെ ഒരു ദിവസമാണ് വന്ന് ആരോഗ്യക്കാർ. ഞാൻ ചോദിച്ചു, ഓ പഞ്ചായത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു പാവം പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അയാളോട് വിളിച്ചു വെച്ചാൽ ഒരു ആരോഗ്യ ക്ലാസ് എടുത്തോ. ആടെ വന്നിട്ടൊരു പൊടി വിൽപ്പനയാ, ഒരു ലൈസൻസും ഇല്ലാത്ത പൊടി വിൽപ്പന. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തൊഴിലുറപ്പ് പല കോഴിക്കാരും വരും. ഞാൻ പറഞ്ഞു, ലൈസൻസ് ഇല്ല നിങ്ങൾക്ക്. മേറ്റുള്ള അവസരത്തിൽ പൊടി വിൽപ്പന ലൈസൻസ് ഇല്ലാത്ത കമ്പനിന്റെ ഇങ്ങനെ പലരും കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞപ്പെട്ട് കാപ്പിനെ വിളിക്കുന്നത് ആ കമ്പനിക്കാരൻ അവിടെ നിന്ന് ഈ പൊടി വിൽക്കാൻ സമ്മതിക്കാത്തവന്റെ പേരിൽ ഞങ്ങൾ കേസെടുക്കും, അയാൾ അഡ്രസ് തരണം. ഞാൻ കാപ്പി ഒരു ഫോൺ വാങ്ങി
ഞാൻ വിളിച്ച് എന്റെ പേര് ടി കെ മാധവൻ, കുതിരപ്പട്ടി അംശ്, അച്ഛന്റെ പേര് കുഞ്ഞുണ്ടാറ്. വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് എടുക്ക് കേസില്ല. അവിടെ എന്താ ഞാൻ കുതിരപ്പട്ടി രാജീവിന്റെ പുറക്ക് പോകുമ്പോണ്ട് രണ്ടാളെന്റെ പോരേന് വന്ന് വിളിക്കുന്നു. അറിയോ സെക്രട്ടറിക്കാരൻ പൊടി വിൽപ്പന. ഇങ്ങനെ പാവപ്പെട്ട ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളെ പറ്റിക്കുന്ന ഈ ചൂഷണത്തിനെതിരെ ടി കെ മാധവൻ പോരാടുന്നുണ്ട്. അപ്പോ എന്തായി? അവർ വന്നു, മാധവട്ട കേസ് കൊടുക്കരുത്, ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഒരാൾ പറഞ്ഞു ഞാനൊരു മുസ്ലിം പെൺകുട്ടിയ, ഞാനൊരു ഹിന്ദു പുരുഷനാ, ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ, ഞങ്ങൾക്ക് ഹിന്ദു ആചാരപ്രകാരവും മുസ്ലിം ആചാരപ്രകാരവും കല്യാണം കഴിക്കാനുമാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകള് ഈ തൊഴിലുറപ്പിന് വരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വോട്ടെടുക്കേണ്ടത്. കുതിരപ്പട്ടി ഷാജിയുടെ വീട്ടിൽ SI പറഞ്ഞ പ്രകാരം ഞാൻ SIയോടും സർക്കാരോടും പറയട്ടെ, അവിടെ കാര്യമായിട്ട് ഈ യോഗം നടന്നിട്ടുണ്ടോ? യോഗത്തിന് മനസ്സിലായൂലേ? സാമാന്യതിരേക്കുള്ളവർക്ക് അറിയാലോ. പരിശോധിച്ചോ? നിങ്ങൾ ഇത്ര കാലവും അത് ഏതെങ്കിലും തൊഴിലാളികൾ പങ്കെടുത്തോ എന്ന് പരിശോധിച്ചോ? എന്നെ വിളിച്ചിട്ട് സർക്കിൾ വരിക, ഇവര് പറഞ്ഞു അതേ ഞങ്ങൾക്ക് കൊല്ലന്റെ വീടിയൊന്നും തിരിയുന്നില്ല എന്ന പോലെ ഇയാൾക്കും തിരിയുന്നില്ല വരെ. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നിങ്ങളടുത്ത് പൊതുയോഗം വെച്ചാൽ ബാക്കി കാര്യം ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിയോട് യാതൊരു മോശമായും പെരുമാറിയിട്ടില്ല. പോലീസ് അന്വേഷിക്കണം. എന്റെ മകനെയും എന്റെ കുടുംബത്തെയും കാര്യാക്രമിച്ച ഈ കാപാലികളുടെ പേരിൽ കേസെടുക്കണം. അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ എന്റെ 80% വൈകല്യമുള്ള മകൻ ഓരോന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയില ഓരനും എന്റെ ഭാര്യയെയും വെൽഫെയർ പാർട്ടിയെയും ചാനലുകാരെയും കൂട്ടി വെൽഫെയർ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ നിരാഹാരം നടത്തും. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. കേസെടുക്കും. പ്രസംഗിച്ച കേസ് ബാച്ചായി അടിയന്റെ കാലത്തേക്ക് മുമ്പ് തുടങ്ങിയ നിങ്ങളെ കേസെടുക്കും. എടുത്തട കേസ് രാത്രി വെച്ച് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റസാക്ക് ബാലേരിനെ വിളിച്ചോ? റസാക്ക് ബാലേരി പറഞ്ഞ് സർക്കിളോട് രാത്രി വീശിക്കോ, കേസെടുത്തോ, ഞാൻ ഇതിനെല്ലാം നേരിടാൻ തയ്യാറാ. അറിയോ? പോരാട്ടങ്ങളുടെ മുമ്പ് കൂടി ടി കെ മാധവനും വെൽഫെയർ പാർട്ടിയും വളർന്നു വന്നത് ഇത്ര പോരാട്ടങ്ങൾ നടത്തിയ എന്റെ ഹരിവത്ത് സവർണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് അധികാരങ്ങൾ പങ്കിടുകയല്ലാതെ മരിച്ചു വെച്ചു വരോ ടി കെ മാധവനെ പോലെ വെൽഫെയർ പാർട്ടിയെ പോലെ നിങ്ങൾ നടന്ന് 64 ശേഷം ഇന്ന് വരെയുള്ള രാഷ്ട്രീയത്തെ എന്തെങ്കിലും ഒരു പോരാട്ട മുഖത്ത് CPI കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്റെ സേവകങ്ങൾ ബോധ്യപ്പെട്ടാൽ ഞാനത് അംഗീകരിക്കും. ഇപ്പോഴത്തെ പറയുന്നുള്ളൂ, ബാക്കി പിന്നെ പറയാം. ഇതോടെ മുന്നിട്ടുള്ളതോ നിങ്ങൾ ടി കെ മാധവനെ കുറിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, നിർത്തുകയില്ല. അത് പോലീസ് പറഞ്ഞാലും നിർത്തില്ല. ഏത് ഭരണാധികാരി പറഞ്ഞും എന്നെയും എന്റെ പാർട്ടി നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടാതെ എന്റെ പരയിൽക്കാര് ഈ കളിച്ച കാട്ടാളത്തിന് മറുപടി പറയാതെ ടി കെ മാധവനും പാർട്ടിയും പുറകോട്ട് പോകില്ല. നിങ്ങൾക്ക് അറിയിക്കാം, ജയിലിലടക്കാം. അടിയന്തരാവസ്ഥ എന്റെയും മൊഴിയല്ലോ എത്ര ദ്രോഹിച്ചിട്ടുണ്ടോ പ്രായമായ കുഞ്ഞുള്ളവരെ അല്ലേ? എന്നിട്ട് ഇപ്പം പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ഇത്രയുള്ളൂ. ബാക്കി ആരും സംസാരിക്കാനുണ്ട്. ഓല് സംസാരിക്കും. നമുക്ക് കൊണ്ടുവരാം.